വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ഡെസേർട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ട്. നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഒരു സോസ് പാൻ ഞാൻ എടുത്തു. അതിലേക്ക് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് എഗ് യോക്ക് മാത്രം സോസ് പാനിലേക്ക് നമുക്ക് ഇടാം. നമുക്ക് വൈറ്റ്സ് ആവശ്യമില്ല, വൈറ്റ്സ് മാറ്റാം. ഈ എഗ് യോക്സിലേക്ക് ഞാനിവിടെ കോൺഫ്ലവർ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. കോൺഫ്ലവറും എഗ് യോക്കും കണ്ടൻസ് മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 ലിറ്റർ മിൽക്ക് കൂടെ ചേർക്കാം. 250 ml കപ്പിൽ മെഷർ ചെയ്ത് 2 കപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. തിക്കാവുന്നവരെ കുക്ക് ചെയ്യാം. ഈ പുഡിങ്ങിൻ്റെ ഇച്ചിരി സിമിലർ വേർഷൻ ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ചിയ മാംഗോ പുഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കോൺഫ്ലവറും അങ്ങനെയൊന്നും ചേർക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ഇച്ചിരി പെട്ടെന്ന് തിക്കാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറും എഗ് യോക്കും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഡെസേർട്ടായിരുന്നു. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ചിയ വെച്ചിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ചിയ എന്ന് പറയുന്നത് ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു സീഡാണ്. റിച്ച് ഇൻ കാൽഷ്യം ഒക്കെ കേട്ടോ. കാൽഷ്യം അയണിലൊക്കെ ഒത്തിരി റിച്ചാണ്. അപ്പം ഇത് നമുക്ക് ഡെസേർട്ട്സിൽ ഇടുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് തിക്കാവും. നമ്മുടെ ഇതിൻ്റെ വെയ്റ്റിൽ 12 ടൈംസ് വെയിറ്റ് ഇത് അബ്സോർബ് ചെയ്യും, ലിക്വിഡ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിക്കനിങ് കിട്ടും. അത് കുറച്ച് സമയം എടുക്കും. ചിയ ഇട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ കുറേ നേരം കൊണ്ടത് നല്ല തിക്കാവും. ഇത് കോൺഫ്ലവർ കൂടെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് അത് തിക്കായിട്ട് കിട്ടും. നമുക്ക് വേറെ സെറ്റിംഗ് ഏജൻസ് ഒന്നും ആവശ്യമില്ല. ജെൽറ്റിന് അഗാർ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ സെറ്റാവും. ഇത് കണ്ടിന്യൂസ് ഇളക്കുക. മുട്ട സ്ക്രാമ്പിൾഡ് ആവാതെ കണ്ടിന്യൂസ് ഇളക്കി കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ഒരു കസ്റ്റേർഡ് കിട്ടും. നമ്മൾ കോൺഫ്ലവറും എഗ് യോക്കും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഫസ്റ്റ് ബോയിൽ വരുമ്പം തന്നെ നന്നായിട്ട് അത്യാവശ്യം തിക്കാവും. അപ്പം അത് ബോയിൽ ആകുന്ന വരെ നന്നായിട്ട് കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്യുക. ഈ കസ്റ്റേർഡ് നല്ലൊരു ബോയിൽ വന്നത്തേക്ക് തിക്കായി ഞാൻ ഓഫ് ചെയ്യുക. കൂടുതലിട്ട് തിളപ്പിക്കല്ല, കേർഡിൽഡ് ആവും. ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ ഇതിനകത്തേക്ക് ചിയ സീഡ്സ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ചേർക്കാം. തിക്കാവാനായിട്ട് മാറ്റി വെക്കും. ഒന്നുകൂടെ തിക്കാവും. നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇനഫ് തിക്കായെന്ന് അറിയണമെങ്കിൽ നമ്മൾ സ്പൂണിൻ്റെ ബാക്കിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അത് തിരിച്ച് അത് ക്ലോസ്ഡ് ആവാതിരുന്ന് കഴിഞ്ഞാൽ ഇത് ഈ ലൈൻ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കസ്റ്റേർഡ് ആവശ്യത്തിന് തിക്നെസ് ആയി എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പം തന്നെ നല്ല തിക്കാണ്. ഇത് ചൂടാറുമ്പോഴത്തേക്ക് നല്ലതായിട്ട് തിക്കാവും. അപ്പോൾ ഇത് പെട്ടെന്ന് കൂളാവണമെങ്കിൽ ഐസ് വാട്ടറിൻ്റെ മേലെ വെച്ച് അല്ലെങ്കിൽ ഐസ് ഇട്ട് അതിൻ്റെ മേലെ വെച്ച് പെട്ടെന്ന് കൂളാക്കാം. ഞാനിപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൂളാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും തിക്കായി. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടേ. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് ചില്ല് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും നല്ലതായിട്ട് തിക്കാവും. ഇത് കൂളായ ശേഷം നമുക്കിതിനകത്തേക്ക് വാനില എസൻസ് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഡെസേർട്ടിൻ്റെ മെയിൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ വാനില എസൻസും ചേർത്ത് ഇതിനെ മാറ്റി വെക്കാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. ഇത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെഡ് ആൻഡ് ഗ്രീൻ ഫ്രൂട്ട്സ് ആണ്. കിവിയും പ്ലംസും എടുത്തേക്കുന്നത്. അതിന് പകരം സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കുറച്ച് ബ്ലൂബെറീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള ആ ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാം. മാംഗോ, സ്ട്രോബെറി, പെയർ, പീച്ച് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഗ്ലാസ്സസ് എടുത്തു. ഇത് മാർട്ടിനി ഗ്ലാസ്സാണ്. നമുക്ക് എനി ബോൾസ് വീട്ടിലുള്ള ഏത് ഗ്ലാസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യുക. കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് സൈഡ്സിലൊന്ന് ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യുവാണ്. ഇങ്ങനെ എല്ലാ ബോൾസ് ഇതേപോലെ ഫ്രൂട്ട്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നിർബന്ധമില്ല, ചുമ്മാ ഫ്രൂട്ട്സ് അടിയിൽ ഇട്ടാലും മതി. ഞാൻ ഇത്ര അറേഞ്ച് ചെയ്തു. ഇനിയും കുറേ കൂടെ ഫ്രൂട്ട്സ് ഇടാം. നമുക്ക് ഇനി ജസ്റ്റ് ഇതിപ്പോൾ സൈഡ്സിൽ കൂടെ കാണാനായിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ടേക്കുന്നത്. അതിന് മേലെ വേണമെങ്കിൽ ഒരു ലെയർ ഓഫ് ഫ്രൂട്ട്സ് കൂടി ഇടാം. മിക്സ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇടാം. ഇതിൻ്റെ മേലെ കസ്റ്റർഡ് ഒഴിക്കാം. ഇതൊരു 6 പേർക്കുള്ള അളവാണ് കേട്ടോ. ഈ അളവിലുള്ള ഗ്ലാസ് ആണെങ്കിൽ ഒരു 6 പീപ്പിളിന് സെർവ് ചെയ്യാനുള്ള പോർഷനുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 3 എണ്ണത്തിലേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്യുക. ഇത് ഇനിയും സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. സെറ്റായി കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മേലെയും ഫ്രൂട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒന്ന് മേലെ സെറ്റായി കഴിയുമ്പോൾ മേലെ നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യും. സമയം കുറവായതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ്സേ ചില്ല് ചെയ്തിട്ടുള്ളൂ. വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കുറേ നേരം ഇത് സെറ്റാകുന്ന വരെ ചെയ്യുക. നമ്മൾ അനക്കുമ്പോൾ ഇത് ഷേക്ക് ചെയ്യാത്തൊരു പരുവം വരെ സെറ്റ് ചെയ്യുക. എന്നിട്ട് മേലെ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യുക. മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ മിൻറ്റ് ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. അല്ലെങ്കിൽ എഡിബിളായിട്ടുള്ള ഡിൽ ലീവ്സോ അങ്ങനത്തെ എന്തെങ്കിലും ലീവ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അല്ല ജസ്റ്റ് ഫ്രൂട്ട്സ് മാത്രം വെച്ച് ഗാർണിഷ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ചിയ കസ്റ്റർഡ് വിത്ത് ഫ്രൂട്ട്സ് റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. ചില്ല് ചെയ്ത് സെർവ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെ ഫ്രഷ്നെസ്സും ഈ ചിയ കസ്റ്റർഡിൻ്റെ മധുരവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് കാണാം. Till then, bye.